ദിവസങ്ങളും മാസങ്ങളും ഒരുപാട് കടന്നുപോയി. ക്ലാസ് തീർന്നു, എക്സാം കഴിഞ്ഞു, റിസൾട്ടും വന്നു. എന്തോ ഇത്തവണയെല്ലാം പാസ്സായിട്ടുണ്ട്. പിന്നത്തെ വിശേഷം ഋഷിന്റെയും ലിയോയുടെയും കാര്യം സെറ്റായി. ഇപ്പോ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ വരെയായി. കൂട്ടത്തിലെ ആദ്യത്തെ കല്യാണം. എല്ലാവരും അതിന്റെ എക്സൈറ്റ്മെന്റിലാണ്. എടാ നീ എന്ത് നോക്കി നിൽക്കാണ് അങ്ങോട്ട് വലിച്ചു കെട്ടത്? എടാ നീ നിർത്തിക്കോ, കുറെ സമയായി. ഷടാ കിച്ചു, അങ്ങനെ അല്ലടാ, നോക്കി കെട്ടടാ, അത് ശരിയായില്ല. എടാ പന്നി, ഇവിടെ നിന്ന് കെട്ടടാ ഇത്. അവൻ അവിടെ നിന്ന് പ്രസംഗിക്കുക. അതെങ്ങനെ ശരിയാവും? ഇവിടെ തെറ്റും ശരിയൊക്കെ കണ്ടുപിടിക്കാൻ ഒരാൾ വേണ്ടേ? ഈശ്വര, എന്തോരം തേങ്ങ വീഴണ് ഒരെണ്ണം ഈ പന്നിന്റെ മണ്ടയില്. കഴിഞ്ഞ നിങ്ങളുടെ മെഹന്തിയും മുഹന്തിയൊക്കെ ഒരു വിധത്തില് എന്തൊക്കെയോ എന്തോ. ഇനിയിപ്പോ ഞാൻ ഈ കയ്യും പൊക്കി പിടിച്ച് നടക്കണ്ടേ? ഇനി ബോധമില്ലാതെ അത് അവിടെ ഇവിടെ വെച്ച് പരത്തല്ലേ. നീ അവിടെ എങ്ങാനും ചെന്നിരിക്കും. സോഹ, നീ ഇതെവിടായിരുന്നു? ഞാനും കൊള്ളിക്കും കൂടെ ഫ്ലവേഴ്സ് വാങ്ങാൻ പോയി. പിന്നെ നീ എന്തിനാ വിളിച്ചേ? അതെ, കല്യാണം അങ്ങ് കഴിഞ്ഞാ നമുക്ക് UK പോയാലോ? UK-ലേക്കോ? കിച്ചുവിന് എനിക്കൊരു ജോബ് ഓഫർ വന്നിട്ടുണ്ട്. പിന്നെ കൊള്ളിക്കും കിച്ചുവിന്റെ കൂടെ കാണും. നീയും എന്റെ കൂടെ ഉണ്ടാകണം. സോഹ, എനിക്ക് വരാൻ പറ്റില്ല. അതെന്താ? എടാ പാപ്പനൊറ്റയ്ക്ക് നമുക്ക് പാപ്പനും കൊണ്ടുപോവാം. അതൊന്നും ശരിയല്ല. ഞാൻ പറയുന്നത് കേക്ക്. നീ എന്റെ കൂടെ ഉണ്ടാവണം. അത് പറ്റില്ല സോഹ. നീ അവരുടെ കൂടെ പോക്കോ. എടാ പ്ലീസ്, നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഞാൻ പാപ്പനോട് സംസാരിക്കാം. സോഹ വേണ്ട, എനിക്ക് നിന്റെ കൂടെ വരാൻ പറ്റില്ല. നീ എന്തേലും കാണിക്ക്. എന്താടാ, രണ്ടും തമ്മിൽ തരിച്ചാവാൻ പോവാണോ? അതെ, നിങ്ങൾക്ക് തമ്മിൽ പല പ്രശ്നം ഉണ്ടാവും. അതിനിടെ കയറി വരാൻ ഞങ്ങൾക്ക് ഒരു റൈറ്റ്സും ഇല്ല. പക്ഷെ ഇവിടെ ഞാൻ സംസാരിക്കും. ബിക്കോസ് ഞങ്ങളെ കല്യാണ കളറാക്കാൻ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. സോ ചുമ്മാ തല്ല ഓടിയിട്ട് മൂന്ന് കളയരുത്. സോഹ പ്ലീസ് ഡാ. മതി മതി മതി. ലിയാറ്റിയ, നിങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് വിട്ടോ. പിന്നെ ഋഷ, നിന്റെ കോസ്റ്റ്യൂം എത്തിയിട്ടുണ്ട്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ എന്തെല്ലാം ഒരു പരിപാടി ഉണ്ടെന്നറിയോ? ഒരു ഒറ്റ എണ്ണത്തിന് ഉത്തരവാദിത്വമില്ല. എല്ലായിടത്തും എന്റെ കയ്യെത്തണമെന്ന് വെച്ചാ. നവിനെ, നീ ഞങ്ങളുടെ കൂടെ വരുന്നില്ലേ? ഇല്ലടാ. പാപ്പനെ ഓർത്തിട്ടാണോ? സംസാരിച്ചു നോക്കിയാൽ തീരാവുന്ന പ്രശ്നമല്ലേടാ ഉള്ളൂ. വേണ്ട, ഞാനില്ല. ഗുള്ളിക്കെ, നീ നിന്റെ ജോലിയല്ലോ നോക്ക്. അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സഹ, നീ വെറുതെ ചൊറിയാൻ നിൽക്കണ്ട. ആരാണ് ഇപ്പൊ ചൊറിഞ്ഞേ? ഞാൻ എനിക്ക് തോന്നിയ കാര്യം ഈ പറയുന്നത്. നിനക്ക് വാശിയല്ലേ വരില്ലെന്ന്? കർത്താവേ, രണ്ടും കൂടെ പിന്നെയും തുടങ്ങിയ. എടാ ഈ കല്യാണം ഒന്ന് കഴിയട്ടാ, എന്നിട്ട് തീരുമാനിക്ക് പോണ്ടേന്നുള്ളതൊക്കെ. നവിന് സോഹന് വല്ലാണ്ട് ഫീൽ ആയെന്ന് തോന്നുന്നു. അവന് മാത്രല്ലേ ഈ ഫീലിങ്സ് ഒക്കെ ഉള്ളൂ. അയ്യോ, ഞാനൊന്നും പറയുന്നില്ല. നീ വന്നേ, നമുക്ക് സ്റ്റേജിൽ വല്ല അലങ്കോലപ്പണി ഉണ്ടോ എന്ന് നോക്കാം. സോഹ, എന്താ നീ എന്താ ഇങ്ങനെ തനിച്ചു വന്നിരിക്കുന്നേ? നിങ്ങൾ തമ്മിൽ വീണ്ടും അടിയായ? പോട്ടടാ, അവൻ ഇവിടെ നിൽക്കാനായിരിക്കും താല്പര്യം. അവനിവിടെ നിൽക്കട്ടടാ, നമുക്ക് അവനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണാലോ. എടാ, എനിക്ക് അവനില്ലാതെ പറ്റില്ല. നിന്റെ കൂടെ ഇപ്പൊ ഗുള്ളിക്കുള്ളതുകൊണ്ടാ നിനക്ക് ആ ഫീലിങ്സ് ഒന്നും മനസ്സിലാവാത്തത്. എന്ത് കാണിച്ചിട്ടായാലും വേണ്ടില്ല, ഞാൻ അവനെയും കൊണ്ടേ പോവും. ഇതിപ്പോ രണ്ടും കൂടി ഇങ്ങനെ വാശി പിടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. എടാ നോക്കടാ, ഒരു റിലേഷനിൽ ഒരാൾ എന്തായാലും കോംപ്രമൈസ് ചെയ്യണം, അല്ലാതെ ഒരു റിലേഷന് മുന്നോട്ട് പോവില്ലടാ. എന്തായാലും എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ഞാനോട് ചെന്ന് പറ. നിങ്ങളായി, നിങ്ങളുടെ പാടായി. ഞാൻ ആരോടും ഒന്നും പറയാനില്ല. നീ വാ, അവരൊക്കെ ഹോളിൽ വെയിറ്റ് ചെയ്യാം. എടാ എടുത്തു കൂടിയടാ. വേണ്ട, നീ ശരിക്കും നിർത്തിയ? കിച്ചു, അതിന് തന്നേക്ക്. അതും പറഞ്ഞ് സോഹന് വേണ്ടി ഒഴിച്ചുവെച്ച മദ്യം നവൻ ഒറ്റ വലിക്ക് കുടിച്ചു. ഇത് കണ്ടുകൊണ്ട് നിന്ന് എല്ലാവരും ആകെ ഷോക്കായി പോയി. പക്ഷെ സോഹന്റെ അവസ്ഥ മറിച്ചായിരുന്നു. അവൻ എന്തെന്നില്ലാത്ത സങ്കടമാണ് തോന്നിയത്. ആ ഒരൊറ്റ പെഗ്ഗിൽ തന്നെ നവിൻ തളർന്നിരുന്നു. സോഹൻ അവനെയും എടുത്ത് റൂമിലേക്ക് പോയി. നീ എന്തായി ചെയ്തത്? നിനക്കിതൊന്നും ശീലമില്ലാത്തതല്ലേ? എന്നോടുള്ള ദേഷ്യത്തിന്റെ ഭാഷയുടെ പുറത്താണ് ഇത് ചെയ്തെന്ന് എനിക്ക് നന്നായിട്ടെന്നറിയാം. എന്തിന്റെ പേരിൽ നീ ഇത്രയും വാശി പിടിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്ത് തന്നെയായാലും
നിനക്ക് നമ്മുടെ റിലേഷനേക്കാളും വലുതാണ് നിന്റെ ഈ വാശി. നവീൻ, നീ ഇല്ലാതെ എനിക്കൊരു നിമിഷം പോലും പറ്റില്ലടാ. ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കുന്നേ. സോഹ, നീ പറയുന്ന എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ബട്ട് ഞാൻ നിന്റെ കൂടെ വരാതിരിക്കാനായിട്ടൊരു റീസൺ ഉണ്ടെന്ന് നീ കൂട്ടിക്കോ. എനിക്ക് പറ, എന്താ നിന്റെ ആ റീസൺ? എന്നോട് പറയാൻ കഴിയാത്ത എന്ത് തരത്തിലുള്ള റീസണാണ് നവീൻ നിന്റെ ലൈഫിലുള്ളത്? ശരി, ഇതുവരെ നീ പറഞ്ഞില്ല. ഇനി ഇനി അത് എന്തോ ആവട്ടെ, എന്നോട് പറ. ഞാനുണ്ട് നിന്റെ കൂടെ. നവീൻ, എന്തൊക്കെ വേണ്ടാത്തൊരു പണിക്ക് നിൽക്കുന്ന എന്തിനാ നവീൻ? എനിക്ക് ഞാൻ പെയിൻ കില്ലർ എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ റോഷിന്റെയും ലിയയുടെയും വാഴ കൊലച്ച്. പാർട്ടി എന്നൊക്കെ പറഞ്ഞത് ഇതാണ് പാർട്ടി. നോ ആൽക്കഹോൾ, നോ ഗേൾസ്. എന്നിട്ടെന്ത് കളറായിരുന്നു. ആൽക്കഹോൾ ഇല്ലാത്തതുകൊണ്ട് നിങ്ങളൊക്കെ രണ്ടു കാലിൽ കാണാൻ പറ്റി. മതി മതി, ഇനിയെല്ലാം ചെന്ന് കിടന്നേ. മോർണിംഗ് ആണെങ്കിൽ എല്ലാവർക്കും പോകേണ്ടതല്ലേ. സോഹ, നീ പോലും കിടന്നില്ലേ? നവീൻ പ്ലീസ് സോഹ, നാളത്തെ കാര്യം ഇങ്ങനെ വീണ്ടും വീണ്ടും പറയില്ലേ. എൻ്റെ മൂഡ് തീരെ ഓക്കെ അല്ല. ഐ എം സോറി. എന്നോട് പഴയ പോലെ മിണ്ടടാ. എനിക്കൊരു പ്രശ്നമല്ലടാ. ഞാൻ നിന്റെ പഴയ നവീൻ തന്നെയല്ലേ. എന്തായി നിങ്ങളുടെ തീരുമാനം? നവീൻ പോകുന്നുണ്ടോ അതോ എന്റെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല? നവീൻ, എന്താ നിനക്ക് പറഞ്ഞിട്ട് മനസ്സിലാവാത്തെ? സോഹ, എനിക്ക് പറ്റില്ല. ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞതാ അത്. അല്ല, നീ എന്റെ കൂടെ വന്നേ പറ്റൂ. എന്റെ ഇഷ്ടം ഞാൻ എവിടെ നിൽക്കണമെന്ന. എന്റെ പേഴ്സണൽ കാര്യത്തെ ഇടപെടാൻ നീ ആരാ? നവീൻ, ഞാൻ ആരുമല്ല നിന്റെ. ആരായാലും എന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടേണ്ട. എനിക്കത് ഇഷ്ടമല്ല. മതി. സോഹ, എങ്ങനെ ഉണ്ടായിരുന്നു ട്രെയിനിങ്? കൊള്ളായിരുന്നു. എന്റെ ബോഡി ഇളക്കാൻ മേല. എന്തൊരു പെയിനാടാ. അതുണ്ടാവൂടാ. ഇനി കുറച്ചും കൂടെ കഴിയുമ്പോ ശീലായിക്കോളും. സോഹ, പോകാം. കൃഷ്ണ, നീ ഇതപ്പോ എത്തി? ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. അല്ല, നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോവാൻ നിൽക്കുവാണോ? അതെ, മോളെ കൂട്ടണം. എന്നിട്ട് നേരെ ഫ്ലാറ്റിലോട്ട്. എങ്കിൽ നിങ്ങൾ കേട്ടോ, ഞാൻ അവനെ എടുത്തിട്ട് വരാം. ശരിടാ. ഞാൻ ലേറ്റ് ആയില്ലല്ലോ അല്ലേ? ഇല്ല. സോഹൻ എന്തേ? അവനും മുരളിയും കൂടെ ഇപ്പൊ അങ്ങ് ഇറങ്ങിയതേ ഉള്ളൂ. ആണോ? എന്നാ നമുക്ക് വിട്ടാലോ. എന്തായി നിന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം? ഇതുവരെ ഒന്നും ആയില്ല. വൈകാതാവും. എന്താ? അല്ല, നിനക്ക് ദൂരെ എങ്ങാനും കിട്ടിയാ ഞാൻ തനിച്ചായി പോയില്ലേ? നീ അതൊന്നും ഓർത്ത് ഇപ്പോഴേ ടെൻഷൻ അടിക്കണ്ട. നമുക്ക് എന്തേലുമൊക്കെ വഴി ഉണ്ടാക്കാന്നേ. കിച്ചു, എനിക്ക് നവനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. എനിക്കൊരു ജോബൊക്കെ സെറ്റായിട്ട് വേണം അവനൊന്ന് പോയി തേടി കണ്ടുപിടിക്കാൻ. ഞാൻ ഓർക്കാറുണ്ട് നമ്മുടെ കോളേജ് ലൈഫ് എന്ത് രസമായിരുന്നല്ലേ. ഇപ്പൊ അതൊക്കെ വെറും മെമ്മറീസ് ആയിപ്പോയി. എന്തൊക്കെയാണേലും അവനൊരു പാവമാണ്. എല്ലാം ശരിയാവുന്നേ. സോഹ, നീ എപ്പോ എത്തി? ഇതാടാ, കുറച്ച് സമയം ആയുള്ളൂ. അവനെന്തേ? ഇതേ വെളിയിൽ അവരൊരു ഫോൺ കോള്. സോഹ, ഇതേ ആദമാടാ. ആദം, നീ പറഞ്ഞോട്ടാ. ഞാൻ സ്പീക്കറിലിട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാരും ഉണ്ട്. സോഹ, കുരുട്ടൻ, നിനക്ക് കേൾക്കാമോ? ഇതെവിടെയാടാ പന്നി? നീ നിന്റെ ഫോണിലേക്കാണ് വിളിച്ചിട്ടും കിട്ടണല്ലോ. അത് ചെറിയ കംപ്ലൈന്റ് ആടാ. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ ട്രെയിനിങ് ഒക്കെ? ഒന്നും പറയണ്ട. അല്ല, എവിടെ നിന്റെ പൊണ്ടാട്ടി? എവിടെ ടിയാ? ഹലോ ഗായ്സ്, വാട്സ്ആപ്പ്. സുഖം തന്നെ. ഞാനിവിടെ ഉണ്ട് മാഡം. എന്തായാലും നിന്റെ ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു?
ഓ, അതിനെക്കുറിച്ചൊന്നും പറയാത്തതാണ് നല്ലത്. ഒരു 1.5 മണിക്കൂർ ഞാൻ എങ്ങനെ കഴിച്ചു കൂട്ടിയെന്ന് എനിക്കും ദൈവത്തിനെ അറിയൂ. അല്ല മക്കളെ, നമ്മുടെ റഷ്യന്റെ ലിയാന്റെ വല്ല വിവരമുണ്ടോ? ആടാ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഷോപ്പിംഗ് മാളിൽ പോയ സമയത്ത് അവിടെ വെച്ച് കണ്ടായിരുന്നു. ഇനി എന്നാ കഴിച്ച് നമ്മൾ പഴയ പോലെ കാണുന്നത്? എനിക്ക് ശരിക്കും നമ്മുടെ കോളേജ് ഡേയ്സ് ഒക്കെ മിസ് ചെയ്യുന്നുണ്ട്. ശരിയാ, നമുക്ക് എല്ലാവർക്കും കൂടെ കൂടണം. എല്ലാവരും എല്ലാവരുടെയും തിരക്കൊക്കെ മാറ്റി വെച്ച് നമുക്കായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം. അതെ. എടാ, ഋഷി ലൈനിലുണ്ട്, എനിക്ക് കണക്ട് ചെയ്യടാ. ഹലോ പിള്ളാരെ. എവിടെ ലിയാമോ? നിങ്ങൾ ഈ ഭൂമിയിലൊക്കെ തന്നെ ഉണ്ടോ? പിന്നില്ലാതെ നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അല്ല, എവിടെ ഋഷി? ഇച്ചാൻ കൊച്ചിന് ഫുഡ് കൊടുക്കുന്നടാ. ആ, നീ ഞങ്ങളുടെ ചെക്കനെ കൊണ്ട് പണിയെടുപ്പിക്കാണല്ലേ? ഹലോ മച്ചാമാരെ, ഇവിടെ എവിടെയാടാ പന്നി? ഒരു വിവരവും ഇല്ലല്ലോ. എന്താണ് അവിടെ അപ്പനും മോളും കൂടെ? ഓ, എന്ത് പറയാനാടാ. ഈ ഫുഡൊന്ന് വയറ്റിലെത്തിക്കണമെങ്കിലേ ഈ വേൾഡിൽ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള എല്ലാ കഥകളും കെട്ടുകഥകളും ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കണം. നിന്റെ അല്ലട വിത്ത്, ഇങ്ങനെ ആയില്ലേ അത്ഭുതമുള്ളൂ. എത്ര നാളായാലും എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് നമ്മുടെ കോളേജ് ലൈഫ് ഓർമ്മ വരുക. അതെ, ഇതിനിടയിൽ ഒരാൾ മിസ്സിംഗ്, നമ്മുടെ നവീനെ. സഹ, ടെസ്റ്റ് എന്തായി? പാസ്സായടാ? ഓ, കൺഗ്രാറ്റ്സ് മാൻ. താങ്ക് യുടാ. പിന്നെ എനിക്ക് ട്രാൻസ്ഫർ ആയി. എങ്ങോട്ടാടാ? നമ്മുടെ നാട്ടിലേക്കാ. അല്ല, ഇപ്പം എന്നാ ജോയിൻ ചെയ്യുന്നേ? മൺഡേ. അപ്പോൾ നീ നാളെ പോവായിരിക്കല്ലേ? എങ്ങനെയാ കുഴിക്കേണ്ട കാര്യം? എന്തായാലും ഇപ്പോൾ അവന് വരാൻ പറ്റില്ലല്ലോ. അവനിപ്പോൾ ജോലി ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ. ആ, നമുക്ക് നോക്കാം, കുറച്ചും കൂടെ കഴിയുമ്പോൾ നോക്കാം. പിന്നെ നീ ഉണ്ടല്ലോ അവൻ്റെ കൂടെ. ശരി, എന്നാ എനിക്ക് കുറച്ച് പാക്കിംഗ് ഉണ്ട്, ഞാൻ ഹെൽപ്പ് ചെയ്യടാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. കൃഷ്ണ, താൻ ഇന്ന് തന്നെ ചാർജ് എടുക്കണം. ബിക്കോസ് ഒരു മിസ്സിംഗ് കേസ് ഉണ്ട്. എല്ലാവരും ഇപ്പം ലീവിലാ. സോ താൻ ഇന്ന് തന്നെ ചാർജ് എടുക്കണം. ഓക്കെ സാർ. സാർ, ആ വരൂ. ഇത് സാർ ഫയല്. അവിടെ വെച്ചേക്ക്. ഇത് എന്ന് ഫയൽ ചെയ്തതാ? ഇന്ന് വെളുപ്പിന് 5-ന്. പക്ഷെ മിസ്സിംഗ് ആയത് ഇന്നലെയാ. ഓ സർ, എത്രയും പെട്ടെന്ന് കുട്ടിയെ കണ്ടുപിടിക്കണം. കാരണം അത് സർ, അതൊരു പെൺകുട്ടിയാണല്ലോ. മാത്രമല്ല ഒരു ഗർഭിണി കൂടെ ആകുമ്പോൾ. വാട്ട്? അത് സർ, ഞാൻ കുട്ടിയുടെ ഫോട്ടോ സാറിൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യാം. She ഹലോ, ഞാനേ എനിക്ക് കാണാൻ പോവാ. ഹേ, നീ പേടിക്കണ്ട, എല്ലാത്തിനും ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ബട്ട് എന്നെ കൊണ്ട് പറ്റും. നിനക്ക് കാണണോ? ആ, ഞാൻ അവിടെ ചെന്നിട്ട് പറയും, എനിക്ക് ഇവിടെ ആരും ഇല്ല, നീ പേടിക്കണ്ട. ഏയ്, നീ അതൊന്നോർത്ത് ടെൻഷൻ അടിക്കണ്ട, എല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം. എല്ലാം അവന്റെ തലയിൽ കെട്ടി വെക്കാനാ എന്റെ പ്ലാൻ. എന്തുകൊണ്ട് വർക്കൗട്ട് ആയില്ല? നമ്മുടെ ഇതൊക്കെ എത്ര കണ്ടതാ. എടി, നീ ചിന്തിക്കുന്നതിന് അപ്പുറം ഞാൻ. ഏത് കൊല കൊമ്പനെ മെരുക്കിയെടുക്കാനുള്ള കഴിവൊക്കെ ഈ സോണയ്ക്ക് പണ്ടേ ഉണ്ട്. എന്നെ വയറ്റി വളർന്നത് അവന്റെ കുഞ്ഞല്ലെന്ന് നമുക്കും അറിയാം, അവനും അറിയാം. അവിടെയാണ് ബുദ്ധി പ്രയോഗിക്കേണ്ടത്. അവന്റെ സാമ്രാജ്യത്തിൽ കയറി ഇന്ന് വരാനും കളിച്ചിട്ടില്ല. ബട്ട് എനിക്കതിന് പറ്റും. ബുദ്ധി മാത്രം പോരാ, കുരുട്ട് ബുദ്ധി കൂടെ ഉണ്ടായാലേ ഇന്നത്തെ കാലത്ത് നമുക്ക് മുന്നിൽ നിൽക്കാൻ സാധിക്കും. ഞാൻ അവിടെ ചെന്ന് എന്റെ ഈ ഗർഭത്തിന്റെ അവകാശം അവനാണെന്ന് പറഞ്ഞ പിന്നെ അവന് വേറൊരു ഓപ്ഷനും ഇല്ല. ബിക്കോസ് അവന്റെ സ്റ്റാറ്റസ് ആൻഡ് പൊസിഷൻ. ഇത്രയും കാലം അവൻ പണിത് നിർത്തിയ ഓരോന്നും ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയും. സോ അവന് ബുദ്ധിപരമായിട്ട് നമ്മളെ കൈകാര്യം ചെയ്യും. അങ്ങനെയാണല്ലേ? ഞാൻ അവൻ്റെ അടുത്ത് പണം ആവശ്യപ്പെടും, അവൻ എനിക്കതൊരു മടിയും കൂടാതെ തരും. പൂത്ത കാശുള്ള ആളല്ലേ. ഞാൻ അവനോട് ഗുഡ് ബൈയും പറഞ്ഞു പോകും. ബട്ട് അത് താൽക്കാലികത്തേക്കാണെന്ന് മാത്രം. എന്ന് വെച്ചാൽ എന്റെ കയ്യിലുള്ള ക്യാഷ് തീർന്നാൽ ഞാൻ വീണ്ടും അവനെ ശല്യം ചെയ്യും. സോ അവൻ വീണ്ടും എനിക്ക് പണം തരും. അങ്ങനെ ഞാനൊരു കോടീശ്വരിയാവും. ലൈഫ് ലോങ് എനിക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം. ഞാൻ അവനോട് മര്യാദക്ക് പറഞ്ഞതല്ലേടി എന്നെ സ്നേഹിക്കാൻ. അവനത് കേട്ടില്ല. സോ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു.
ശരിയടി, ബസ് വരുന്നുണ്ട്. ഞാൻ നിനക്ക് പിന്നെ വിളിക്കാം. ഓഹോ, 50-50 ഒന്നുമില്ല. ഞാൻ കഷ്ടപ്പെടുന്നതിന് ഞാൻ അതിനായിരുന്നു നിനക്ക് ക്യാഷ് തരുന്ന. വേണമെങ്കിൽ എൻ്റെ ഫ്രണ്ട് എന്ന നിനക്ക്. ആ, ഞാൻ ആലോചിക്കട്ടെ. ശരി എന്നാ. മിസ്റ്റർ അർജുൻ സർ, ഇന്ന് തന്നെ സെർച്ചിങ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ സാർ, ഞാൻ റെഡിയാണ്. ഹലോ ബോസ്, അവൻ്റെ ഫോൺ ട്രേസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഏരിയ വിട്ടിട്ടില്ല. ഗുഡ്, അവനങ്ങ് പൂട്ടിയേക്ക്. പിന്നെ തീർക്കണ്ട, അവൻ എനിക്കൊക്കെ ആവശ്യമുണ്ട്. ഓക്കെ ബോസ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കണ്ടേ പറ്റൂ. ഇപ്പം എനിക്ക് കാണാൻ പറ്റില്ല. എനിക്ക് കണ്ടേ പറ്റൂ, അത്യാവശ്യം കാര്യമുള്ളതുകൊണ്ടാ. നിനക്കെന്താടി പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എനിക്ക് കണ്ടു കഴിയുമ്പോൾ ഞാനങ്ങ് പോയേക്കാം. രഘു,